കണ്ണൂർ മുട്ടോളംപാറയിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് മണ്ണിടിഞ്ഞ് വീടുകൾ അപകടാവസ്ഥയിൽ. ഒരു വീട് നിലം പൊത്തിയതിന് പിന്നാലെ മറ്റൊരു വീട് കൂടി അപകടാവസ്ഥയിലാണ്. ജനങ്ങളുടെ ആശങ്കയകറ്റാൻ ദേശീയപാത അതോറിറ്റി നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നതാണ് പ്രദേശവാസികളുടെ പരാതി. ദേശീയപാത നിർമ്മാണം നടക്കുന്ന മുട്ടോളംപാറയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ പ്രദേശവാസികൾക്ക് ഭീതിയും ദുരിതവും സൃഷ്ടിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച തങ്കേക്കുന്നിലെ ഷീബയുടെ വീട് നിലംപൊത്തിയിരുന്നു. ഇതിന് തൊട്ടടുത്ത വി ഉപേന്ദ്രന്റെ വീടും ഏത് നിമിഷവും നിലംപൊത്തുമെന്ന നിലയിലാണ്. മതിലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താണു. ദേശീയപാത അതോറിറ്റി അനങ്ങാപ്പാറ നയമാണ് തുടരുന്നതെന്ന് വി ഉപേന്ദ്രൻ പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നത് നമ്മൾ ഈ പറയുന്ന നിങ്ങൾ ഗർത്തങ്ങൾ കണ്ടില്ല, ഈ ഗർത്തം പിന്നെ ഇതിൻ്റെ എത്രമാത്രം ഇനി സേഫ്റ്റി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അവർ പറയുന്നത് നമ്മൾ ഫില്ല് ചെയ്തിരുന്നു പറഞ്ഞ്. ഞാൻ പറഞ്ഞു എൻ്റെ സ്ഥലം 3-4 മീറ്റർ ഉള്ളിൽ സ്ഥലം പോയി, എൻ്റെ മതിൽ പോയി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഗർത്തമെല്ലാം ഫില്ല് ചെയ്ത് നിങ്ങളുടെ സ്ഥലം ശരിയാക്കി തരുന്ന പറഞ്ഞു. ഇതൊന്നും അത്ഭുതമാണ്. അപ്പം മനുഷ്യന്മാരൊന്നല്ല ഇവിടെ താമസിക്കുന്നത്. ഇപ്പം എന്നോടിപ്പോൾ അവിടെ താമസിക്കരുതെന്ന് കളക്ടർ നിർബന്ധമായിട്ടും പറഞ്ഞിട്ടാണ്. പക്ഷേ ഞാനിപ്പം താമസിക്കുന്നില്ല. കാരണം ഇവിടെ എങ്ങനെയാണ് നിൽക്കാൻ പറ്റുക? ഏത് സമയമാണ് ഇത് ഇടിഞ്ഞു പോകുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ദേശീയപാത അതോറിറ്റി കാണിക്കുന്ന ധിക്കാരപരമായ സമീപനമാണ് ഇപ്പോൾ അവർ കാണിക്കുന്നത്. അവർക്ക് നമ്മളെ സാധാരണക്കാരൻ്റെ പ്രശ്നമൊന്നും അവരെ അജണ്ടയിലില്ല. അവർക്ക് എങ്ങനെയെങ്കിലും അവരെ വർക്കങ്ങ് നടത്തിയിട്ട് പോകണമെന്ന് കഴിഞ്ഞു. അല്ലെങ്കിൽ അത്യാവശ്യമുള്ള സ്ഥലങ്ങൾ ഏറ്റെടുക്കേണ്ടേ അവർ, അത് ഏറ്റെടുക്കാതെ പോകുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഉള്ളത്. മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ ഗതാഗത തടസ്സത്തിന് പുറമെ ഇപ്പോൾ കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. പ്രദേശവാസികൾ വീടുകളിലേക്ക് എത്താൻ പോലും ബുദ്ധിമുട്ടുന്നു. ദേശീയപാത അതോറിറ്റിയും നിർമ്മാണ കരാറെടുത്ത കമ്പനിയും ആശങ്ക പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. കൈരളി ന്യൂസ്, കണ്ണൂർ.